എല്ലാവർക്കും നമസ്കാരം. അല്ല, നമ്മൾ കുറച്ച് ദിവസം മാറിന്നപ്പോഴേക്കിനെ എന്തൊക്കെയാണ് ഈ കേൾക്കണത്? ശാസ്ത്രം തോറ്റുന്നോ, കുണ്ടന്മാർ ജയിച്ചുന്നോ, അങ്ങനെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതൊന്ന് കാണണ്ടേ? എന്നാൽ പിന്നെ തുടങ്ങിയാലോ? വരി. ഇതാ കണ്ടില്ലേ, അങ്ങനെ ശാസ്ത്രം തോറ്റു, കുണ്ടന്മാർ ജയിച്ചു. എന്നാലും ഞാനതല്ല ആലോചിക്കണേ, ഇതിപ്പോ എങ്ങനെ സംഭവിച്ചു? അയ്യേ, അങ്ങനെ ആലോചിക്കാൻ കൂടിയും പറ്റൂല. മോശം 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 മോശം. എന്നാലും ഈ അപ്പൂപ്പന്താടി ഇതിപ്പോ എങ്ങനെ ഒപ്പിച്ചേ? അപ്പൂപ്പന്താടിക്കാണെങ്കിൽ ആകെ അറിയണത് തിന്നാനും അപ്പിടാനും മാത്രമാണ്. എന്നിട്ട് ഇതൊക്കെ എപ്പോ? എന്തായാലും അപ്പൂപ്പന്താടിക്ക് പ്രസവ ചെലവ് കുറവാക്കരം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഒരു ബാലസുധ വാങ്ങിയ പോരെ. ആ, ബാലസുധ ചിലപ്പോ ഏൽക്കൂല. ഇതൊരു മല്ലനല്ലേ, അപ്പൊ മല്ലൻ സുധ. അപ്പൊ ഈ മല്ലസുധ എന്ന് പറയുന്ന മരുന്നില്ലേ, അത് വാങ്ങി കലക്റ്റാണ് കൊടുക്കുക. അപ്പൊ ഒക്കെപ്പാടെ മൂട്ടുകൂടെ പോന്നോളൂ. അല്ലാതെ ഇപ്പൊ വരാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. ഇവൻ ഈ പെണ്ണുങ്ങളെ കളിയാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിക്ക. അല്ലെങ്കിൽ ഒന്ന് നോക്കി ഒരു പടുകാളെ തീരെ ചേരാത്തൊരു ഡ്രസ്സ് ഇട്ടിട്ടേ അതിലൊരു ഗർഭവും, എന്നിട്ട് സാമാനം താങ്ങി പിടിച്ചാനാണെങ്കിലോ ഒരു അപ്പൂപ്പന്താടി. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോക്കാണി. ഒരു പെണ്ണാണെങ്കിലേ ഗർഭിണിന്ന് വിളിക്കുക, ഒരാണാണെങ്കിലോ ഗർഭണെന്ന് വിളിക്കുക. ഇവനെന്താ വിളിക്കുക? ഗർഭശ്രീ കുണ്ടനോ? ഇതുകൊണ്ടൊന്നും നിർത്തിയിട്ടില്ല, വേറെയുണ്ട്. ഇതൊന്നും കണ്ടോക്കാണി. ഹലോ, ഇതാ കണ്ടില്ലേ, ഇതിനൊക്കെ എന്താ പറയാ? ഒരു പാള മാക്സി ഇട്ടിട്ടേ ഒരു ചെങ്ങായി കാട്ടണുണ്ടല്ലേ. ഇതിപ്പോ എന്താ പുതിയതായിട്ട് വെച്ചിട്ടിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. പന്താണോ അതോ തലയണയാണോ എന്താണെന്ന് ഒരു പിടുത്തമല്ല. കുറെ കാലം ചിരട്ട വെച്ചിട്ട് നാട്ടുകാരെ പറ്റിച്ചു. ഇപ്പൊ പിന്നെ ചിരട്ടന്റെ സീസൺ കഴിഞ്ഞപ്പോൾ ഇതപ്പം അടുത്തത്. അല്ല മാനെ, ഇതിൽ വെച്ച് കെട്ടാത്തതായിട്ട് ഒന്നുമില്ലേ? എന്റെ ബലമായ സംശയം എന്താണെന്നറിയോ? ഇവന്റെ ഈ വെച്ചുകെട്ടൊക്കെ പാടെ കണ്ടിട്ടേ ഇവന്റെ ഒറിജിനൽ സാധനം ചിലപ്പോൾ ഉള്ളിൽ വലിഞ്ഞിട്ടുണ്ടാവും. ഇവനക്കാണെങ്കിൽ ആ സാധനത്തിന് കണ്ണിന്റെ വരെ കണ്ടുകൂടല്ലോ. ഇവനക്കാണെങ്കിൽ ഇഷ്ടം ചിരട്ടയും തലയാണിയും ചുരിദാറും മാക്സിയൊക്കെയാണ്. വല്ലാത്തൊരു ചങ്ങായി തന്നെയല്ലേ ഇത്. ഓഹ്, ഞാനിപ്പോൾ അതല്ല ആലോചിക്കണേ. ഒരു അപ്പൂപ്പന്താടിയൊക്കെ ഇവന്റെ പിന്നാലെ ഈ ഓസിക്ക് പുട്ടടിക്കാനായിട്ട് നടക്കുക. നല്ല ചാവി കൊടുത്ത ബൊമ്മകളുണ്ടാവില്ലേ, ഫുഡ് ഫുഡ് എന്ന് പറയണേ, അതേമാതിരി. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇതിലിപ്പോ ജാസിന്റെക്കായും വള്ള ആശിക്കാണ്. തടി ഇളകാതെ ഇങ്ങനെ അടിച്ച് കയറ്റല്ലേ. വല്ലാത്തൊരു കൈതയാണ് അത്. ഇവരിടക്കിടക്ക് ഇപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, അടുത്ത ജന്മത്തിൽ ഇങ്ങനെ ജനിക്കരുതേ അങ്ങനെ ജനിക്കരുതേ എന്നൊക്കെ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, അടുത്തൊരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിലേ ആശയായിട്ട് എന്തായാലും ജനിക്കരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഒരു കുണ്ടനെയും ജീവിത പങ്കാളിയാക്കിയിട്ടേ ഓൻ തരുന്ന എച്ചിലും നിന്നിട്ടേ ഒരു ഉളുപ്പില്ലാതെ നാണോ മാനല്ലാതെ ഇങ്ങനെ നെഞ്ചും വിരിച്ച് നടക്കണ്ടേ. ഈ ലോകത്തന്നെ ഈ ആശിനെ പോലെ വേറൊരു മണ്ണുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വെറുതെ പറയണല്ല. ഈ കുണ്ടന്റെ പിന്നാലെ നടന്നിട്ടേ ഓസിക്ക് പുട്ടടിക്കലാണ് ഇവന്റെ മെയിൻ പണി. ഇതൊന്നും കണ്ടോക്കി. ഹലോ, ഓ, എന്താ ഓന്റെ സുഷ്കാന്തി? ഓന്റെ വിചാരേ മൈക്കിൾ ജാക്സനാന്നാ. കാതില് കുരിശും പിന്നെ എട്ടുകാലി മോതിരം പിന്നെ അമിതാഭ് ബച്ചന്റെ കോട്ടും. എന്തൊക്കെ ഇട്ടിട്ടും കാര്യമല്ല. കുണ്ടന്റെ പല്ലേ നടത്തം. അവിടെ പോയി എൻ്റെ സ്റ്റൈലും ലുക്കും എല്ലാതും. അല്ല ആശയെ, ഞാനത് ചോദിക്കട്ടെ, ഓൾറെഡി മൊണ്ണയാണോ അതോ മൊണ്ണമാതിരി അഭിനയിക്കുക? ചില നേരത്തെ തന്നെ കാണുമ്പോൾ പാവം തോന്നും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ജീവിതകാലം മുഴുവൻ ഈ ചങ്ങായിന്റെ സാമാനം താങ്ങി ഇങ്ങനെ നടക്കണ്ടേ. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഓഹ്, വല്ലാത്ത ജാതി. മറ്റോൻക്കാണെങ്കിൽ ഒരു നാണവമാനം അല്ലാതെ എല്ലായിടത്തും പോയിട്ട് ഡബിൾ മീനിങ് പറയാലോ പണി. ഇതൊന്നും കണ്ടോക്കി. ജോസിയെ, കുക്കുംബറാണോ സൗന്ദര്യത്തിന്റെ രഹസ്യം? ഏതാ മൊണ്ണ? ഇവര് തിന്നുന്നുണ്ടോ അപ്പിടുന്നുണ്ടോ നോക്കി നടക്കാൻ കുറേ മരവാണങ്ങള്. കുക്കുംബർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സലാഡാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത്. കുക്കുംബർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, അങ്ങനെ അയ്യോ അയ്യോ, കുക്കുംബർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ പറയണ പിന്നെ ഒന്നാം തരം കുണ്ടനാണെന്ന്. അല്ല ജാസിയെ, ഇത് പറയണ്ടല്ലോ എനിക്ക് കുക്കുംബറാണ് ഇഷ്ടമെന്ന്.
എന്നിട്ട് എന്തിനാ ഈ കോവക്കുള്ള ഈ ആശിനെ കൊണ്ടു നടക്കണ്? ഇജ അവിടെ എവിടെയെങ്കിലും തിരഞ്ഞു നോക്കിയേക്കാം. ആ ചുണ്ണിയും വെച്ചിട്ട് ഏതേലും മൂലൊക്കെ പോയി ഇരിക്കുന്നുണ്ടാവും. ഇവനക്ക് എല്ലാ സ്ഥലത്തു കൂടി ഇങ്ങനെ പോയിട്ടേ ഡബിൾ മീനിങ് പറയലാണ് ഇവൻ്റെ പ്രധാന പണി. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളെന്തേലും പറഞ്ഞാൽ അതാകരം വലിയ കുഴപ്പം. എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ടേ പല്ല് വിളിച്ചിട്ട് ഇങ്ങനെ ചുറ്റി നിൽക്കാൻ കുറേ എണ്ണങ്ങൾ വേറെ. എല്ലാവരും വിചാരിക്കണേ ഓൻ പറയണ തമാശയെന്നാ. ഇത് കുണ്ടന്മാർക്ക് മാത്രം തോന്നുന്ന ഒരു പ്രത്യേകതരം വികാരമാണിത്. ആ അതൊക്കെ പോട്ടെ. പിന്നെ വേറൊന്ന്, ഇപ്പം ഈ ലോകത്ത് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇത്രേ. അത് മാക്സിയൊക്കെ ഇട്ടിട്ട് നമ്മളെ കാക്ക വന്നിട്ട് പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. അപ്പോൾ ഒരുപാട് പേര് ഒരു സംശയം, ജാസി ഗർഭിണിയാണോ, ജാസി പ്രസവിച്ചോ? അതൊക്കെ ഞാൻ പറയാട്ടോ എന്താ സംഭവം എന്നുള്ളത്. എന്തോന്ന് ജാസി ഗർഭിണിയാണെന്നോ? നേരത്തിലൊന്ന് നോക്കിയേക്കാ, അനക്ക് ഗ്രഹണി പിടിച്ചിക്കാ കാരം. പിന്നെന്താ പറഞ്ഞ് ജാസി പ്രസവിച്ചോന്നോ? ജാസി പ്രസവിച്ചോന്നല്ല കാരം ചോദിച്ചിക്കണ്, ജാസി അപ്പിട്ടോന്നാ കാരം. അല്ല പിന്നെ അൻ്റെയൊക്കെ മലം പോകാഞ്ഞിട്ടല്ലേ മനുഷ്യന്മാർക്ക് ഉറക്കം കിട്ടാത്തത്. ചിലക്കാണ്ട പോടാ അവിടുന്ന്. ആ സാധനം ഇങ്ങനെ ആടിക്കളിച്ചുമ്പോഴേ അനക്കിതൊക്കെ പറയാനേ നാണണ്ടട ചങ്ങായി അനക്ക്. എന്നിട്ട് അവനക്ക് ഗർഭാണ് ഇത്രേ. ആദ്യം ഞങ്ങളെ രണ്ടാളേ അണ്ടിത്തല്ല് നിർത്തി, എന്നിട്ടല്ലേ ബാക്കി. പിന്നെ ഇവരിതല്ല ഇതിലപ്പുറം കാണിച്ചു വരും. അതൊക്കെ കാണാൻ തന്നെ ഇവിടെ കുത്തിരിക്കണ്. ഈ കോപ്രായങ്ങളൊക്കെ നിർത്തിയിട്ടേ നേരത്തിൽ ജീവിച്ചുകൂടെ നിങ്ങൾക്ക്? ഇത് മനുഷ്യന്മാർക്ക് ഒരു നല്ല വർത്താനം പറയാൻ സമയം കിട്ടണ്ടേ? അപ്പളക്കിന് വരും പള്ളയും വീർപ്പിച്ചിട്ട് മൂടും വീർപ്പിച്ചിട്ടൊക്കെ. അപ്പൊ പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ കുണ്ട വർത്താനം അല്ലാതെ വേറെ എന്താ പറയാ? ഇനിയിപ്പോൾ ഇതാ കുറേ എണ്ണം വരും ജാസിൻ്റെ അനുയായികൾ. അവർ ജീവിച്ചോട്ടെ വല്ല പണിക്കുമ്പോഴാന്നൊക്കെ പറഞ്ഞിട്ട്. ഇവന്മാർക്ക് ഇങ്ങനെ പറയാനും കോപ്പറാൻ കാട്ടാനൊക്കെ പറ്റുന്നുണ്ടെങ്കിലേ ഞമ്മക്കും ഇതൊക്കെ പറയാം. അതിന് ജാസി ഫാൻസിന് കുരു പൊട്ടിയിട്ട് ഒരു കാര്യമല്ല. ഞാനും എൻ്റെ സാമാനം താങ്ങിയിട്ടൊന്നല്ല നടക്കുന്നത്. അതിന് മറ്റേ ആളുണ്ട് ആശി. അപ്പം എന്തായാലും ഇവനെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിർത്താൻ പോണില്ല. അപ്പം പിന്നെ നമ്മളും നിർത്താൻ പോണില്ല. അപ്പം എന്തായാലും മറ്റൊരു കുണ്ടൻ നായ്ക്കളുടെ വീഡിയോ അല്ലാതെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.